എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സാക്ഷാൽ ബിഗ് മോം വിൻസ്മോക്കിനെ തൂക്കിയെടുത്ത് തറയിൽ ഒരു ഒറ്റ അടി. ആ ഒരു അടിയില് വിൻസ്മോക്കിനാണെങ്കിൽ അനക്കമില്ല. അത് കണ്ട് അത്രയും നേരവും ടീച്ചറിനെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നിരുന്ന വിൻസ്മോക്കിന്റെ മക്കൾ 3 പേരും അവര് 3 പേരും പപ്പയുടെ പേര് വിളിച്ച് ആളുടെ അടുത്തേക്ക് പോകും. സീസറാണെങ്കിൽ അത് കണ്ട് പേടിച്ച് നിലവിളിക്കും, അയ്യോ വേണ്ട വേണ്ട, ദയവ് ചെയ്ത് എന്നെ വിട്ട് പോകരുത്, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് മുഴുവനായിട്ടും പുറത്തേക്ക് എത്തണം, അല്ലെങ്കിൽ ആ വില്ലന്മാർ ഇവിടുന്ന് എന്നെ പോവാനായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൻ നേരെ മുൻപിലേക്ക് നോക്കും. അവന്റെ തൊട്ട് മുൻപിൽ സാക്ഷാൽ കട്ടകുറി. സീസർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് കട്ടകുറി സീസറിനെ പിടിച്ചു വലിച്ച് ഒരു ശൂലം എടുത്ത് അങ്ങനെ കുത്തി കയറ്റാനായിട്ട് തയ്യാറാവും. വേറെ വഴിയില്ലാതെ സീസറാണെങ്കിൽ കണ്ണൊക്കെ അടച്ച് മരിക്കാൻ തയ്യാറാവും. അടുത്ത നിമിഷം ഇച്ചീച്ചി അവൻ നല്ല ഫോഴ്സിൽ ഫ്ലൈ ചെയ്ത് വന്ന് കട്ടകുറിയെ അടിച്ച് തെറിപ്പിക്കുകയാണ്. ഇച്ചീച്ചിയാണെങ്കിൽ സീസറിനോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ, അവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞ് അവ മൊമ്പൻ ആക്ഷനൊക്കെ ഇട്ട് കട്ടകുറിയുടെ മുൻപിൽ നിൽക്കുകയാണ്. കട്ടകുറിക്കും ഇച്ചീച്ചിക്കും ഓൾമോസ്റ്റ് ഒരേ പവറാണ്. മാത്രമല്ല കട്ടകുറിക്ക് ഫ്യൂച്ചർ കാണാൻ കഴിയും. അങ്ങനെ അവർ രണ്ടുപേരും ഇവിടെ ഫൈറ്റ് തുടങ്ങുന്ന അതേ സമയം ബിഗ് മോം അവള് വിൻസ്മോക്കിന്റെ അടുത്തേക്ക് വന്ന് വീണ്ടും ആളെ ആഞ്ഞടിക്കാനായിട്ട് കൈ അങ്ങനെ മുകളിലേക്ക് ഉയർത്തും. ആ സമയത്തായിരിക്കും വിൻസ്മോക്കിന്റെ 2 മക്കള് പച്ചത്തലയനും നീലത്തലയനും അവർ രണ്ടുപേരും വന്ന് ബിഗ് മോമിനെ ആഞ്ഞ് ചവിട്ടുകയാണ്. പക്ഷെ ബിഗ് മോമിനാണെങ്കിൽ ആ ചവിട്ടില് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാവില്ല. അവൾ ക്യാഷ്വലായിട്ട് ചോദിക്കും, ഓ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പപ്പയെ സേവ് ചെയ്യാൻ വന്നതാണോ? അതിനവര് പറയും, ഇദ്ദേഹം ഞങ്ങളുടെ നേതാവാണ്, ജർമിയ കിൻഡത്തിന്റെ കിങ് ആണ് ഇദ്ദേഹം, സോ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയും. അതേസമയം കപ്പോംസ് ആണെങ്കിൽ സീസറിനോട് പറയും, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ സർവ്വശക്തിയും എടുത്ത് സ്പീഡിൽ മുൻപോട്ടേക്ക് ഓടാൻ പറയും. അത് കേട്ട് സീസറും മുൻപോട്ടേക്ക് ഓടും. കപ്പോംസ് ആണെങ്കിൽ അവന്റെ കൈ അങ്ങനെ നീട്ടി അതിന്റെ അകത്ത് നിന്ന് സോൾജിയേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ചുറ്റുമുള്ള വില്ലന്മാരെ അറ്റാക്ക് ചെയ്യും. ഇവിടെ നമ്മുടെ ആൾക്കാർ ലൂഫിയെ തന്നെയാണ് നോക്കുക. ആഞ്ചി ആണെങ്കിൽ ലൂഫിയെ തൂക്കിയെടുത്ത് ഓടി വരികയാണ്. പക്ഷെ അവന്റെ തൊട്ട് പിന്നിലായിട്ട് 3 വില്ലന്മാര് അവരെ അറ്റാക്ക് ചെയ്യാൻ അവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ അവരങ്ങനെ വണ്ടറടിച്ച് നിൽക്കും. റേച്ചുവും അവർ രണ്ടുപേരുമായിരിക്കും ആ 3 വില്ലന്മാർക്ക് നേരെ ഫൈറ്റ് ചെയ്യുക. ഓവനും ഡീഫുക്കും ആണെങ്കിൽ അവരുടെ ഫുൾ പവർ എടുത്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓവൻ അവന്റെ ബോഡി മുഴുവൻ അങ്ങനെ ചൂടാക്കും. ഡീഫുക്കും ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ അവന്റെ ജീനി പവർ അത് അവർക്ക് നേരെ അയക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് റേച്ചു ആണെങ്കിൽ ആ സ്മൂത്തി ആയിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. റേച്ചു സ്മൂത്തിയെ ഇടിക്കാനായിട്ട് ഓടി അടുക്കും. അതിന് സ്മൂത്തി ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവളെ വെട്ടിത്തിരിപ്പിച്ച് ചവിട്ടി താഴെയിടും. റേച്ചു ആണെങ്കിൽ അടിച്ചു വീഴും. പക്ഷെ എന്താ, അവൾ ഓൾറെഡി ഒരുപാട് പോയിസൺ സ്മൂത്തിയുടെ കാലില് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. അവൾ ആ പോയിസണിൽ അഫക്റ്റഡ് ആയിട്ട് വേദനിച്ച് നിലവിളിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത കട്ടകുറി അവനാണെങ്കിൽ ഇച്ചീച്ചിയെ പിടിച്ചു വലിച്ച് അച്ചരം പൊച്ചറ ഇടിക്കുകയാണ്. ഇച്ചീച്ചി അടുത്ത പഞ്ച് തടഞ്ഞ് അവനോട് പറയും, നീയുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരു വീരനാവാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്, ലുഫിയാൻ ടീമിനെ അവനെ രക്ഷിക്കാൻ മാത്രമാണ് നീയുമായിട്ട് ഞാൻ ഫൈറ്റ് ഇട്ടതെന്ന് പറഞ്ഞ് അവനെ ആഞ്ഞടിക്കും. മറ്റൊരു ഭാഗത്ത് ബിഗ് മോം അവളാണെങ്കിൽ നമ്മുടെ പച്ചത്തലേനെ ഇടിക്കാനായിട്ട് കൈ ചുരുട്ടി അവന്റെ നേർക്കായും. ഈ ഗ്യാപ്പിൽ സീസർ ആണെങ്കിൽ നല്ല സ്പീഡിൽ അവിടുന്ന് രക്ഷപ്പെട്ട് ഒരു ചുമരിന്റെ അടുത്തേക്ക് വരും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കപ്പോംസിന്റെ ബോഡിയിലിരുന്ന് സീസറിന് കട്ട സപ്പോർട്ട് കൊടുക്കുകയാണ്. കമോൺ നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ കഴിയും. സീസറിനും ഇപ്പൊ നല്ല ആവേശം വന്ന് അവൻ ആ ചുമരിന്റെ തൊട്ട് മുൻപിൽ എത്തുമ്പോഴായിരിക്കും മറ്റൊരു ട്വിസ്റ്റ്. അവന്റെ തൊട്ട് മുൻപിൽ അവനെ തന്നെ കാണുകയാണ്. അവനെ തന്നെ കണ്ട് അങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സീസറിനെ ക്രിയേറ്റ് ചെയ്തത് മറ്റാരുമല്ല, സാക്ഷാൽ ബ്രോളി. അവൾ സീസറിന്റെ അടുത്തേക്ക് വന്ന് പറയും, നിങ്ങൾ ഇത്രയും സമയം എന്നെ കെട്ടിക്കിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ, ഇനി എന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. മറ്റൊരു ഭാഗത്ത് ബിഗ് മോം ആണെങ്കിൽ അവളുടെ തണ്ടർ പവർ ഉപയോഗിച്ച് പച്ചത്തലേന്റെ തലയ്ക്ക് തന്നെ ഒരൊറ്റ അടി കൊടുക്കും. ആ ഒരു അടിയിൽ അവൻ അനക്കമില്ല. വേറൊരു സൈഡില് കട്ടകുറി വില്ലനാണെങ്കിൽ ഇച്ചീച്ചിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവനെ അടിച്ച് താഴെയിടും. ഇവിടെ ആ വില്ലത്തി പെണ്ണ് അവളാണെങ്കിൽ ആ പോയിസൺ മുഴുവൻ അങ്ങനെ അബ്സോർബ് ചെയ്തെടുത്ത് കളഞ്ഞ് റേച്ചുവെ ഒരു ഭാഗത്ത് വെച്ച് അങ്ങനെ ലോക്ക് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ഗാലറ്റ് അവളാണെങ്കിൽ ലൂഫിയെയും സാഞ്ചയെയും അവിടെ പിടിച്ചു വെക്കും. ഇവിടെ കപ്പോംസിനെയും സീസറിനെയും ആ വില്ലന്മാര് അച്ചരം പൊച്ചരം ഷൂട്ട് ചെയ്യാണ്. ജിംബൈ ആണെങ്കിൽ ിന്റെ ബോഡിയിലുള്ള നമ്മുടെ ആൾക്കാരോട് പറയും, ഇനിയും ഇങ്ങനെ നോക്കിയിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല, എത്രയും വേഗം എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ അത് വലിയ അപകടമാണെന്ന് പറഞ്ഞ് അവരിപ്പോ കളത്തിലിറങ്ങാൻ തയ്യാറാവും. കട്ട് ചെയ്ത ബിഗ് മോമിനാണെങ്കിൽ ഈ കാഴ്ചയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം. അവൾ നിലവിളിച്ചു പറയും, ഇനി ഒന്നും നോക്കാനില്ല, അവരെ എല്ലാവരെയും വെട്ടിക്കൊല്ല്. അത് കേട്ട് കട്ടകുറിയാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്യൂച്ചർ ആലോചിക്കും. അവൻ ഫ്യൂച്ചർ കാണുമ്പോൾ അതിലെന്തൊക്കെയോ ചില കാര്യങ്ങൾ തലകീഴായി മറിയുന്നതായിട്ട് അവന് മനസ്സിലാവും. അവനുടനെ
ബിഗ് മോമിന്റെ പേര് വിളിച്ച് നിലവിളിക്കും. ആ സമയം ആ ടമട്ടേഡ് ബോക്സ് അതങ്ങനെ ഗ്രിപ്പ് തെറ്റി താഴേക്ക് വീണ് ബോക്സ് താഴെ വീണ് ഉടയും. അതിൻ്റെ അകത്തുണ്ടായിരുന്ന ബോംബ് അത് എനേബിളായി പൊട്ടി അങ്ങോട്ട് തെറിക്കുകയാണ്. ആ ഒരു ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിൽ വീണ് ബോംബ് പൊട്ടിയതുകൊണ്ട് തന്നെ ആ ബിൽഡിംഗ് ഇപ്പോൾ പതിയെ പതിയെ ചെരിഞ്ഞ് വീഴാനായിട്ട് തുടങ്ങും. ബിഗ് മോമിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൾ കൺഫ്യൂസ്ഡ് ആയി വണ്ടർ അടിച്ച് ചുറ്റും നോക്കും. അപ്പോൾ അവൾ കാണും ആ ഒരു വലിയ മാൻഷൻ അത് താഴേക്ക് വീഴുന്നത്. കട്ട് ചെയ്ത ആ ടമട്ടേഡ് ബോക്സ് കാണിക്കും. അത് ആക്ച്വലി ഫിഷ്മാൻ ഐലാൻഡിലെ കിങ്സ് അവര് കൈമാറി കൊണ്ടുവരുന്ന വലിയൊരു നിധി ബോക്സ് ആണത്. പക്ഷെ ആ ഒരു ബോക്സ് ആണെങ്കിൽ ഒരുപാട് തവണ കള്ളന്മാർ അടിച്ചു മാറ്റാൻ ശ്രമിച്ചു. സോ അങ്ങനെ കള്ളന്മാർ ഇനി ഒരിക്കലും ആ ബോക്സ് അടിച്ചു മാറ്റാൻ ശ്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിലുണ്ടായിരുന്ന നിധിയൊക്കെ മാറ്റി അതിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ബോംബ് ഫില്ല് ചെയ്ത് വെച്ചു. നമ്മുടെ ആൾക്കാർ ഫിഷർമാൻ ഐലാൻഡിലേക്ക് വന്ന് ഫൈറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന കിങ് ബൈ മിസ്റ്റേക്കിലി ആ ഒരു ടമട്ടേഡ് ബോക്സ് നമ്മുടെ ആൾക്കാർക്ക് ഗിഫ്റ്റായി കൊടുത്തു. അത് ലൂഫി ആണെങ്കിൽ ബിഗ് മോമിന്റെ ദേഷ്യവും കോപവും ഒക്കെ ശമിപ്പിക്കാനായിട്ട് അവൾക്ക് ഗിഫ്റ്റായി കൊടുത്തു. അങ്ങനെയാണ് ഈ ടമട്ടേഡ് ബോക്സ് അവളുടെ കയ്യിൽ എത്തിയത്. സോ അത്രയും കാലമായിട്ട് ആ ബോക്സിലിരുന്ന ബോംബ് അതാണ് ഇപ്പൊ പൊട്ടിത്തെറിച്ചത്. ഫിഷർമാൻ ഐലാൻഡിലുള്ളവര് ആ ഒരു ടമട്ടേഡ് ബോക്സ് ബിഗ് മോമിന്റെ കയ്യിൽ എത്തിയതറിഞ്ഞ് ഒരുപാട് ടെൻസ്ഡ് ആയിരുന്നു. പക്ഷേ ആ ബോംബ് പൊട്ടില്ലാതെ കരുതി അവർ ഇത്രയും കാലവും സമാധാനിച്ചു. അവരുടെ സമാധാനമൊക്കെ കാറ്റിൽ പറത്തിയാണ് ആ ടമട്ടേഡ് ബോക്സ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ആർക്കും തന്നെ ആ ടമട്ടേഡ് ബോക്സിലുണ്ടായിരുന്ന ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. അവർക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ക്ലിയർ ആവാതെ അവരെല്ലാവരും കൺഫ്യൂസ്ഡായി ഓരോ ഭാഗത്തേക്ക് അടിച്ചു വീഴും. അപ്പോൾ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഒരു കോഴിത്തലേനെ കാണിക്കും. അവന്റെ തലയിലുണ്ടായിരുന്ന ആ കപ്പൊക്കെ പൊട്ടി ചായ അവന്റെ ബോഡി മുഴുവൻ സ്പ്രെഡ് ആവുകയാണ്. ഈ ഒരു വലിയ പൊട്ടിത്തെറി അത് നമ്മുടെ ആൾക്കാർക്ക് വലിയൊരു ബെനിഫിഷ്യലായി മാറും. അവരാണെങ്കിൽ ഇപ്പൊ ജസ്റ്റ് മിസ്സിൽ ബിഗ് മോമിന്റെ മക്കളുടെയും അസിസ്റ്റൻസിന്റെ ഒക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതേസമയം മാൻഷൻ അതിപ്പോ പൂർണ്ണമായിട്ട് ആ ഒരു ഐലാൻഡിലേക്ക് മറിഞ്ഞു വീഴാൻ തുടങ്ങുകയാണ്. അത് കണ്ട ഐലാൻഡിലുള്ള ജനങ്ങള് അവര് പേടിച്ച് ഒച്ചത്തിൽ നിലവിളിച്ച് ഓരോ ഭാഗത്തേക്ക് ചെതറി ഓടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ന്യൂസ് റിപ്പോർട്ടർ ആള് മാത്രം കറക്റ്റായിട്ട് ആ ടമട്ടേഡ് ബോക്സിലുള്ള ബോംബ് അത് പൊട്ടുന്നത് കാണും. ആൾക്കാണെങ്കിൽ വലിയൊരു നിധി കിട്ടിയ സന്തോഷം. കാരണം ഇതൊരു ഷോക്കിംഗ് ന്യൂസാണ്. ആരും തിരിച്ചറിയാത്ത ഈ സത്യം അത് കണ്ടെത്തിയത് ആളാണെങ്കിൽ അത് അപ്പൊ തന്നെ പബ്ലിഷ് ചെയ്യാനായി ന്യൂസ് പേപ്പറിൽ എഴുതി പിടിപ്പിക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ എല്ലാവരും പാനിക്കായിട്ട് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ബിഗ് മോമിനാണെങ്കിൽ ഇപ്പോഴും എന്താ സംഭവിച്ചതെന്നോ എന്താ സംഭവിക്കുന്നതെന്നോ മനസ്സിലാവില്ല. മറ്റൊരു ഭാഗത്ത് പച്ചത്തലയനും നീലത്തലയനും അവർ രണ്ടുപേരും വിൻസ്മോക്കിനെ തൂക്കിയെടുത്ത് അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകും. ഇവിടെ ബ്രൂലിക്കാണെങ്കിൽ ഈ ഒരു കാഴ്ച കണ്ട് സഹിക്കാനാവില്ല. അവളിപ്പോ ബിഗ് മോമിന്റെ പേര് വിളിച്ച് അങ്ങനെ കരച്ചിൽ ആരംഭിക്കും. ജിംബയും നമ്മുടെ ആൾക്കാരും ശ്വാസമൊക്കെ വലിച്ചുവിട്ട് റിലാക്സ് ചെയ്യാണ്. കാരണം നമ്മുടെ ആൾക്കാരെല്ലാവരും ബിഗ് മോമിന്റെ കയ്യിൽ പെട്ടിരുന്ന നമ്മുടെ ആൾക്കാരെല്ലാവരും ഇതിനോടൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞു. കട്ട് ചെയ്ത ബിഗ് മോം അവളാണെങ്കിൽ ആ ടോപ്പ് ഫ്ലോറിൽ നിന്ന് കൺട്രോൾ പോയി താഴേക്ക് വീഴാണ്. അത്രയും ഹൈറ്റിൽ നിന്ന് താഴേക്ക്. ഇത് കണ്ട് കപ്പോംസ് വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ പൊട്ടിച്ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.